കുട്ടികളിലെ പരീക്ഷാ പേടിയെ എങ്ങനെ നേരിടാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ സംസാര വിഷയം. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറ്റിംഗ് കോച്ച്. പരീക്ഷാകാലം അടുക്കുമ്പോൾ പലപ്പോഴും പാരൻസും കുട്ടികളും വിഷമത്തോടെ പറയുന്നതാണ്, എത്ര പഠിച്ചാലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു എന്നുള്ള ഒരു ആവലാതിയും സങ്കടവുമൊക്കെ. ആ ഒരവസ്ഥയെ എങ്ങനെ നേരിടാം? ഒന്നാമതായിട്ട് പ്രിപ്പറേഷനാണ് ആവശ്യം. നന്നായി പ്രിപ്പയർ ചെയ്യുക. അതായത് റെഗുലറായിട്ട് നമുക്ക് പഠിക്കുന്ന ഒരു സ്റ്റഡി ഹാബിറ്റ്സ് ഉണ്ടാവണം. നിരന്തരം അന്നുള്ള പാഠങ്ങൾ അന്നു തന്നെ ഫിനിഷ് ചെയ്യുക. വീക്കെൻഡ് ആകുമ്പോൾ അത് റിവൈസ് ചെയ്യുക. നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത ഒരു ടൈം ടേബിൾ അനുസരിച്ച് ദിനംപ്രതി പഠിച്ച് മുന്നോട്ട് പോയാൽ പരീക്ഷ ഒരു പേടിയാകേണ്ട കാര്യമൊന്നും ഇല്ല. എപ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക. നമ്മളെപ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിരുന്നാൽ നമ്മുടെ എനർജി ലെവൽ നന്നായി കൂടി നിൽക്കും. നല്ലൊരു മാനസിക ആരോഗ്യം നമുക്കുണ്ടാവും. സെൽഫ് കോൺഫിഡൻസ് കൂടും. ആൻസൈറ്റി ലെവൽ വളരെയേറെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സ്ട്രാറ്റജി റിലാക്സേഷൻ ടെക്നിക്സുകളാണ്. അതിൽ ആദ്യത്തേത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. നിരന്തരം ബ്രീത്തിങ് എക്സസൈസ് പരിശീലിക്കുക. ജേണലിംഗ് നടത്തുക. വിഷ്വലൈസേഷൻ, യോഗ, മെഡിറ്റേഷൻ, ഈ ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രതിസന്ധികളും പേടിയും കടന്നു വരുമ്പോൾ അതിനെ നേരിടാൻ നമുക്ക് നന്നായിട്ട് സാധിക്കും. മൂന്നാമത്തെ ടെക്നിക്സ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ആണ്. അതിൽ പ്രധാനമാണ് ഉറക്കം. പഠിക്കാതെ ഉറങ്ങണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ഉറക്കം നമുക്ക് വളരെയേറെ അത്യാവശ്യമാണ്. കുട്ടികൾ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. എന്നാൽ പരീക്ഷാക്കാലം അടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഉറക്കത്തിലൂടെ നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഹീലിംഗ് പൊസിഷനിലോട്ട് പോവുകയാണ്. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മൾ ബ്രെയിനിന് കൊടുത്ത ഇൻഫർമേഷൻ എല്ലാം കറക്റ്റായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ അതിനെ അവിടെ ക്രമീകരിക്കാനുള്ള ബ്രെയിനിന് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ പരീക്ഷാ ഹാളിലോട്ട് നമ്മൾ കയറുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉറക്കം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അടുത്ത് നമ്മുടെ ഡയറ്റാണ്. ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തണം. ഡ്രൈഡ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം. നട്ട്സ് ഉൾപ്പെടുത്തണം. ഒപ്പം നന്നായി വെള്ളം കുടിക്കണം. അടുത്തത് ഫിസിക്കൽ എക്സസൈസ് ആണ്. അത്യാവശ്യം വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടണം. എപ്പോഴും പഠിക്കുക എന്നുള്ളത് അല്ല. ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷനാണ്. മനസ്സിൽ എപ്പോഴും ഐ ക്യാൻ എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ഫോളോ ചെയ്യുക. ഐ ആം ഗുഡ് അറ്റ് സ്റ്റഡി, ഐ ആം എക്സലൻറ്റ്, I can perform very well in the examination,
ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് നോളജ്, ടാലൻറ്റ്സ് ആൻഡ് എബിലിറ്റീസ്. ഈ രീതിയിലൊക്കെ ഒന്ന് മൈൻഡിനെ പറഞ്ഞ് പരിശീലിപ്പിച്ചാൽ പരീക്ഷ പേടിയെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പാരൻസ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് നിങ്ങളാണ് ധൈര്യം പകരേണ്ടത്. ആവശ്യമില്ലാത്ത ആൻസൈറ്റി കുട്ടികളിൽ പകരരുത്. ചില പേരൻസിന് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയാണ്, ആൻഷ്യസാണ്. അയ്യോ, ഇവൾ പഠിച്ചതൊക്കെ എഴുതാനായിട്ട് സാധിക്കുമോ, മറന്നു പോകല്ലേ, നീ മറന്നു പോകല്ലേ, ഓർമ്മിച്ചെഴുതണേ, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വാണിംഗ് കൊടുക്കാറുണ്ട്. അത് അവരുടെ ആൻസൈറ്റി ലെവൽ കൂട്ടുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് കോൺഫിഡൻസ് പകരുക, നല്ല വാക്കുകൾ പറയുക. നീ പഠിക്കാൻ മിടിക്കുകയാണ്, നീ പഠിച്ചതെല്ലാം കൃത്യമായിട്ട് ഓർമ്മ വരുമെന്ന് പറയുക. പരീക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ച് നോളജിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളവിടെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടതുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ പരീക്ഷാ പേപ്പറിലോട്ട് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ആ ടൈം ലിമിറ്റിൽ കിട്ടുന്ന ആ ക്വസ്റ്റ്യൻസിനെ മാത്രമേ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടതുള്ളൂ, അതിന് മാത്രമേ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. അത് കൃത്യമായിട്ട് ബ്രെയിൻ നമുക്ക് ഓർമ്മതലത്തിൽ അത് കൊണ്ടുതരും. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അടുത്തത് ബ്രേക്സ് ആൻഡ് റിക്രിയേഷൻസ് ആണ്. അതായത് നമ്മുടെ എക്സാം ടൈം എടുക്കുമ്പോൾ സ്റ്റഡി ലീവ് ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം നമ്മൾ പഠനത്തിനായിട്ട് കുട്ടികൾ ചെലവഴിക്കാറുണ്ട്. എപ്പോഴും പഠിക്കുകയല്ല, 1 hour കൂടുമ്പോൾ അല്ലെങ്കിൽ 2 hour കൂടുമ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം. എന്തെങ്കിലുമൊക്കെ മെൻ്റൽ റിലാക്സേഷൻ കിട്ടുന്ന റിക്രിയേഷനിൽ നിങ്ങൾ പങ്കെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വിരസത അനുഭവപ്പെടും, അല്ലാത്തൊരു ബേൺ ഔട്ടിലോട്ട് പോകും. പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല, ആവശ്യമില്ലാത്ത ആൻസൈറ്റിയൊക്കെ നമുക്ക് വരും. പഠിക്കാതെ റിക്രിയേഷനിൽ ഏർപ്പെടണമെന്നല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പഠിച്ച് അതിൻ്റെ ഒരു ബേൺ ഔട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു മെൻ്റലി നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം ഹോബിയിലും റിക്രിയേഷനിലും ഒക്കെ നിങ്ങൾ ഏർപ്പെടണം. അടുത്തത് മോക്ക് ടെസ്റ്റാണ്. പരീക്ഷയെ നേരിടാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മുൻ വർഷത്തെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. അത് വെച്ചിട്ട് നമ്മൾ എക്സാം സ്വയം എഴുതി പരിശീലിക്കണം. കൃത്യസമയത്തിനുള്ളിൽ നമുക്ക് എഴുതി തീർക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല. 100% എനിക്ക് മാർക്ക് കിട്ടണമെന്നും അധികമായിട്ടുള്ള പിയർ പ്രഷറോ അല്ലെങ്കിൽ പാരൻ്റിൻ്റെ അധ്യാപകരുടെയോ ഒക്കെ പ്രഷറുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷ അവൻ്റെ മേൽ അധികമാകുമ്പോഴൊക്കെ കുട്ടികളിൽ വന്നു ചേരുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത്, പരീക്ഷാ പേടി എന്ന് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷാ പേടിയെ നിങ്ങൾക്ക് നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ പാരൻസിനോടും ടീച്ചേഴ്സിനോടും സഹപാഠികളോടും ഒക്കെ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ മാത്രമല്ല ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നത്, ഒത്തിരി പേര് അനുഭവിക്കുന്നതാണ്. എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. അവർക്ക് വേണ്ട എല്ലാവിധമായ സഹായവും ചെയ്തു കൊടുക്കണം നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ നല്ല ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഒരുപാട് ടാലൻറ്റും കഴിവുകളുമുള്ള കുട്ടികളാണ്. അവർക്ക് വേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള പിന്തുണയും നല്ലൊരു മെൻ്റൽ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കാമെങ്കിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നല്ല പൗരന്മാരായിട്ട് അവർക്ക് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.